ത്രിയേക ദൈവത്തിന് സ്തുതി. വചനവിചാരത്തിലേക്ക് സ്വാഗതം. മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച തിരുസഭ ദിവ്യ സംഗീത ഞായറായി വേർതിരിച്ചിരിക്കുന്നു. സഭയുടെ സംഗീത ശുശ്രൂഷയെയും സംഗീതത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ദൗത്യത്തെയും ഓർക്കുകയും പ്രാർത്ഥനയുടെ പിന്തുണ നൽകുകയും ചെയ്യുന്നതിനുള്ള നല്ല അവസരമായി ഈ സമയം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMCയുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. നാളിതുവരെയും നടത്തിയ ദൈവകൃപയ്ക്ക് അനവരതമായ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദിവ്യസംഗീത ഞായറായി വേർതിരിച്ചിരിക്കുന്ന ഞായറാഴ്ച ധ്യാനിക്കപ്പെടുന്ന ചിന്ത ജീവനെ ഉണർത്തുന്ന സംഗീതം എന്നതാണ്. ആത്മീയതയിൽ സംഗീതത്തിനുള്ള പ്രാമുഖ്യവും പ്രസക്തിയും വളരെ അധികമാണ്. ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതിന് ഗാനങ്ങളും സംഗീതത്തിൻ്റെ പിൻബലവും നൽകുന്ന സഹായം വളരെ വലിയതാണ്. ജീവനെ ഉണർത്തുന്ന സംഗീതം എന്ന ചിന്താവിഷയത്തിൽ നിന്നുകൊണ്ടുമാണ് ഈ ആഴ്ച നമ്മൾ ധ്യാനിക്കുന്നത്. അതിന് അടിവരയിടുന്ന വേദഭാഗങ്ങളാണ് പാഠഭാഗങ്ങളായും വിശുദ്ധ എവൻഗേലിയോനായും ശ്ലീഹയായും നാം വായിച്ച് കേൾക്കുന്നതും ധ്യാനിക്കുന്നതും. എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏട് അനാവരണം ചെയ്യുന്നു. വിശുദ്ധ കന്യക മറിയാം പാടുന്ന പാട്ടാണ് ഈ വേദഭാഗത്തിൻ്റെ ഇതിവൃത്തം. ദൈവം ചെയ്ത നന്മകളെയും ജീവിതത്തിൽ തനിക്ക് നൽകിയ പ്രത്യേകമായ നിയോഗത്തെയും ഒക്കെ ഈ വേദഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. അവൾ പാടുന്ന പാട്ടിൻ്റെ സാരാംശം ദൈവം വലിയവനാണ് എന്ന്. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ജീവനെ ഉണർത്തുന്ന സംഗീതം എന്ന ചിന്താവിഷയത്തിൽ നിന്നുകൊണ്ട് 4 ഉപചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒരു പുല്ലാങ്കുഴലിൻ്റെ ആത്മകഥ ഇങ്ങനെയാണ്. മനോഹരമായ സംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴലിനോട് ഒരാൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത്ര മനോഹരമായി നിനക്ക് പാടാൻ കഴിയുന്നത്? അപ്പോൾ പുല്ലാങ്കുഴൽ തൻ്റെ ജീവിത അനുഭവം പങ്കുവയ്ക്കുന്നു. പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു പാഴ്മുളം തണ്ടായിരുന്ന എന്നെ ഒരു സംഗീതജ്ഞൻ കണ്ടു. അദ്ദേഹം എന്നെ മുളന്തണ്ടുകളുടെ ഇടയിൽ നിന്ന് മുറിച്ചെടുത്തു. അദ്ദേഹം എന്നെ പരുവപ്പെടുത്തി. കുറേ പ്രക്രിയകൾക്ക് ശേഷം എൻ്റെ ശരീരത്തിൽ 7 മുറിവുകളിട്ടു. ആ മുറിവുകളിൽ കൂടി ആ സംഗീതജ്ഞൻ ശ്വാസം ഊതി വിടുമ്പോൾ എന്നിൽ നിന്ന് സംഗീതം പുറത്തു വരികയാണ്. പുല്ലാങ്കുഴൽ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്: സംഗീതം നൽകുന്നത് സകലത്തിൻ്റെ ഉടയവനായ ദൈവമാണ്. ദൈവം ശ്വാസം ഊതുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് പുറത്തു വരുന്നത് ദിവ്യമായ സംഗീതമായി തീർന്നു. ജീവനെ ഉണർത്തുന്ന സംഗീതം എന്ന ആശയത്തെ അടിവരയിടുന്ന ഒരു വിചാരമാണിത്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ സംഗീതവും സംഗീതത്തിന് ആധാരമായ ശ്വാസവും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ആയുസ്സുമൊക്കെ ദാനമായി തന്നിട്ടുള്ളത്. വിശുദ്ധ കന്യക മറിയാമിൻ്റെ ജീവിതവും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കേവലം ഒരു ബാലികയായി യഹൂദ സംസ്കാരത്തിൽ ഒട്ടും അറിയപ്പെടാതെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ദൈവത്തിൻ്റെ നിയോഗം തേടി വരുന്നു. അവൾ ദൈവ പദ്ധതിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു കൊടുക്കുന്നു. ആ സമർപ്പണത്തിൽ ഒരുപാട് വ്യഥകളും വേദനകളും നൊമ്പരങ്ങളും മുറിവുകളുമുണ്ട്. ആ മുറിവുകൾ അവളിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ജീവൻ്റെ ആത്മീയ അനുഭവമുണ്ട്. ആ അനുഭവത്തെക്കുറിച്ചാണ് അവൾ ഈ വേദഭാഗത്ത് പറയുന്നതും പ്രഖ്യാപിക്കുന്നതും പാടുന്നതും. 1-ാമത്തെ ഉപചിന്ത: ഈ പാട്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്ന പാട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ദൈവം ഉദ്ദേശിക്കുന്നു. ദൈവത്തിനല്ലാതെ ആർക്കൊക്കെ നമ്മൾ മഹത്വം കൊടുക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം ചോർന്നു പോകുകയാണ്. 46-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ കൈപ്പേറിയ സങ്കീർണമായ ഒരു മുനമ്പിൽ നിൽക്കുന്ന മറിയം പാടുന്നു: ആ അവസരത്തിലും
എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. കർത്താവിന് മഹത്വം കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും അനിവാര്യമാണ്. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത നൽ സ്നേഹിതനെ എന്ന പാട്ട് പാടുമ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം ഇരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുകയും സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അതേപോലെ ഏതവസരത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്ന് വിശുദ്ധ കന്യകമറിയാം തൻ്റെ പാട്ടിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2, ദൈവത്തിൽ ഉല്ലസിക്കുന്ന പാട്ട്. 47-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. നമുക്കൊക്കെ സന്തോഷത്തിന് ഓരോരോ കാരണങ്ങളുണ്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ പ്രതീക്ഷകളിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. ആ പ്രതീക്ഷകൾ പൂവണിയുമ്പോഴും ഒരു മൈൽ സ്റ്റോൺ ജീവിതത്തിൽ പിന്നിടുമ്പോഴും ഒക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി സന്തോഷിക്കും. എന്നാൽ ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു കാലപരിധിയുണ്ട്. അത് കഴിയുമ്പോൾ ആ സന്തോഷം കാലഹരണപ്പെട്ടു പോകും. എന്നാൽ ഇവിടെ കന്യകമറിയാം പറയുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് പാടുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട സന്തോഷം സ്വർഗത്തിലെ സന്തോഷമാണ്. മുടിയനായ പുത്രൻ്റെ കഥയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണല്ലോ. മടങ്ങി വരുന്ന രക്ഷയുടെ സന്തോഷം തിരികെ കിട്ടിയ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം സ്വർഗം ആഘോഷിക്കുന്ന സന്തോഷമായി മാറുന്നു. ഇവിടെ മറിയം പറയുന്നു, ജീവിതത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട്, സങ്കീർണതകളുണ്ട്, ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ അനവധിയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ മറിയം പറയുന്നു, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലനും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. എപ്പോഴും നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളത് കർത്താവിലും അവൻ്റെ രക്ഷയുടെ ആനന്ദത്തിലുമാണ്. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവവും ഭാഗ്യവും. 3-ാമത്തെ ചിന്ത, സ്തോത്രത്തിൻ്റെയും വിനയത്തിൻ്റെയും പാട്ടാണ് കന്യകമറിയം പാടുന്നത്. അതിന് ആസ്പദമായി 2 വേദഭാഗങ്ങൾ പറയാനുണ്ട്. ഒന്ന് 48-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇങ്ങനെ പാടാൻ കഴിയുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. ഏതവസ്ഥയിലായിരിക്കുമ്പോഴും വളരെ താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഭക്തർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. അവർക്ക് ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയും. കന്യകമറിയം പറയുന്നത് ഇതാണ്, തൻ്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, there are 2 thrones for God. ദൈവത്തിന് 2 സിംഹാസനങ്ങളുണ്ട്. ഒന്ന് ഉയരത്തിലുള്ള സ്വർഗത്തിലെ സിംഹാസനവും 2 താഴ്മയുള്ളവരുടെ ഹൃദയത്തിലെ ഇരിപ്പിടവും. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, അതോടൊപ്പം താഴ്മയുള്ളവരുടെ ഹൃദയത്തിലും ദൈവം വസിക്കുന്നു. താഴ്മയുടെ ഉദാത്തമായ ഭാവം പങ്കുവച്ച് മറിയം പാടുന്ന ഈ പാട്ടിൽ താഴ്മയുടെ സങ്കീർത്തനമുണ്ട്. 49-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചു. ഒരു ഭൂതകാലത്തെയും വർത്തമാനകാലത്ത് അവൾ അനുഭവിക്കുന്ന ദൈവകൃപയെയും ഓർത്ത് ദൈവത്തിൻ്റെ ശക്തിയെയും കൃപയെയും കുറിച്ച് അവൾ പാടുകയാണ്. സ്തോത്രത്തിൻ്റെ സങ്കീർത്തനമാണ്. തിരിഞ്ഞു നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ജീവിത അനുഭവങ്ങളിൽ നാം കൈക്കൊണ്ടിട്ടുള്ള നന്മകളെ ഓർത്താണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, നമ്മൾ പാടാറുള്ള ഒരു പാട്ടിൻ്റെ പല്ലവിയാണല്ലോ. നന്മകളിൽ കൂടെ മാത്രം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടാണ് കന്യകമറിയാം ഇങ്ങനെ പാടുന്നത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു. പുറപ്പാട് സംഭവത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മിസ്രയീം സൈന്യത്തെ പേടിച്ച് ചെങ്കടലിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഇസ്രയേൽ ജനം. എന്നാൽ അവർക്ക് ദൈവം വഴികൾ ഒരുക്കുന്നു. മിസ്രയീം സൈന്യത്തെ ചെങ്കടലിൽ ദൈവം തള്ളിയിട്ട് അവരിൽ നിന്ന് വിമോചനം നൽകുന്നു. മറിയം ഇസ്രയേൽ ജനത്തിന് നേതൃത്വം നൽകി പാട്ട് പാടുന്നു. അവരെല്ലാവരും പാട്ട് പാടുന്നത് ഇങ്ങനെയാണ്, ദൈവം വലിയവ ചെയ്തിരിക്കുന്നു. യുദ്ധവീരനായ ഇസ്രയേലിൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ്
ദൈവത്തിൻ്റെ സന്നിധിയിൽ മറിയം സ്തോത്ര സമർപ്പണം നടത്തുകയാണ്. ഇതൊരു സ്തോത്രത്തിൻ്റെയും വിനയത്തിൻ്റെയും സങ്കീർത്തനം കൂടിയാണ്. നാലാമത്തെ ചിന്ത, ഇതൊരു സമർപ്പണത്തിൻ്റെ പാട്ടാണ്. സമർപ്പണത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയം തന്നെയാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ സമർപ്പണത്തിന് ശേഷം ജീവിതത്തിൽ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് അവൾ ഒരുമിച്ച് സാക്ഷ്യമായി പങ്കുവയ്ക്കുന്ന ഗാനമാണിത്. അതുകൊണ്ട് തന്നെ ഇത് സമർപ്പണത്തിൻ്റെ ഉള്ളടക്കം നിറഞ്ഞ ഒരു പാട്ടാണ്. ദൈവത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു കൊടുക്കുന്ന, ഹൃദയവും ജീവിതവും ശരീരവും മനസ്സും ആയുസ്സിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൾ പാടുകയാണ്. 54-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ കരുണ എന്നേക്കും ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എപ്പോഴും ഓർക്കേണ്ടതിന്. സമർപ്പണം നിർവഹിച്ചവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ ചൂടടയാളം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ പാട്ട് ഇപ്പോഴും നമ്മൾ പാടുന്നത്. തലമുറ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്നാണ് അവൾ പറയുന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ നിർവഹിക്കുന്നത്. നമ്മുടെ ആരാധന മധ്യേ നമ്മൾ മറിയത്തിൻ്റെ പാട്ട് സ്തോത്ര ഗീതമായി പാടുമ്പോൾ, പ്രതിവാക്യ ഗാനപ്രതിഗാനമായി വാക്യപ്രതിവാക്യമായി ഒക്കെ അത് പങ്കുവയ്ക്കുമ്പോൾ, അത് മറിയത്തിൻ്റെ അനുഭവം തലമുറകൾ കൈമാറി പങ്കുവയ്ക്കുന്ന ഒരു സാക്ഷ്യ അനുഭവമായി മാറുന്നു. ജീവനെ ഉണർത്തുന്ന സംഗീതം എന്ന മുഖ്യ ചിന്താവിഷയത്തെ ആസ്പദമാക്കി 4 ചിന്തകളാണ് പങ്കുവച്ചത്. 1, കർത്താവിന് മഹത്വം കൊടുക്കുന്ന പാട്ട്. 2, ദൈവത്തിൽ ഉല്ലസിക്കുന്ന പാട്ട്. 3, സ്തോത്രത്തിൻ്റെയും വിനയത്തിൻ്റെയും പാട്ട്. 4, സമർപ്പണത്തിൻ്റെ പാട്ട്. നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള വിലയുണ്ട്. 1, ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ. 2, ഇൻട്രൻസിക് വാല്യൂ. ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന് നമ്മൾ ഇടുന്ന മൂല്യം. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അന്തർലീനമായ മൂല്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനോ ആത്മാവിനോ വിലയിടുവാൻ കഴിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന, ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്കുണ്ട്. അതിനൊന്നും വിലയിട്ട് തീർക്കാൻ നമുക്കാവില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ പങ്കിനോ ദിവ്യമായ സംഗീതത്തിനോ ശ്വാസത്തിനോ ഒന്നും വിലയിടുവാൻ നമുക്ക് കഴിയില്ല. അതിനൊരു ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ അല്ല ഉള്ളത്. അതൊരിക്കലും നിർണയിച്ചു തീർക്കാൻ കഴിയാത്ത വിധം വിലയുള്ളതാണ്. അതിനാൽ ഈ സംഗീതവും ശ്വാസവും ജീവിത അനുഭവവും ദൈവസന്നിധിയിൽ വിലയുള്ളതായി പരിഗണിക്കുകയും അതിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ സമർപ്പണവും ധ്യാനവും അതിന് നമ്മെ ബലപ്പെടുത്തട്ടെ. ദിവ്യസംഗീത ഞായറിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന സമർപ്പണ ഗീതത്തിലെ വരികൾ ഇങ്ങനെയാണ്: ഈ ശ്വാസവും ഈ നാദവും ഈ ഈണവും സംഗീതവും എല്ലാം ദൈവത്തിൻ്റെ സ്തുതിക്ക് മാത്രമുള്ളതാണ്. പാഴ്മുളം തണ്ടായിരുന്ന എന്നിൽ ദൈവത്തിൻ്റെ ശ്വാസം ദൈവം സന്നിവേശിപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് ദിവ്യമായ സംഗീതം പാടുവാനുള്ള കൃപ ലഭിച്ചത്. ഓരോ ഗായക സംഘ അംഗങ്ങളും ഈ ഒരു പ്രാർത്ഥനയിലും ധ്യാനത്തിലും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനിടയാകട്ടെ. വിവിധ ഇടവകകളിൽ നടക്കുന്ന ഗായക സംഘങ്ങളുടെ പ്രതിഷ്ഠയിൽ കൂടി ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകൾ ബലവത്താകുന്നതിന് ഇടയാകണം. വലിയ നിയോഗമാണ് നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മറിയ പാടുന്ന പാട്ടിൻ്റെ ഇതിവൃത്തം പോലെ രക്ഷിതാവായ ദൈവത്തിൽ രക്ഷയിൽ സന്തോഷിക്കുന്ന, ആത്മാവിൻ്റെ നിറവിൽ പാടാൻ കഴിയുന്ന, താഴ്മയിലും സ്തോത്ര സങ്കീർത്തനത്തിലും പാടാൻ കഴിയുന്ന പാട്ടുകൾ ജീവിതത്തിൽ നിന്ന് ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിവ്യ സംഗീത ഞായർ ആശംസിക്കുന്നു. സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.